ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗും റൈഡ്സ്. ഇന്ന് നമ്മൾ വളരെ വ്യത്യസ്തമായ ഒരു സംഭവങ്ങളുമായിട്ട് വന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഹാപ്പി ന്യൂ ഇയർ ആണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ന്യൂ ഇയറിൻ്റെ ഭാഗമായിട്ട് നേരെ ഒരു വെറൈറ്റി പ്ലാൻ എടുത്ത് നമ്മുടെ വണ്ടിയായിട്ട് നമ്മുടെ രണ്ട് FJ ക്രൂയിസറും ഹമ്മറും രണ്ട് വണ്ടി എടുത്ത് നേരെ മുത്തല, കുവൈറ്റിലെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശമായി. ഇതുണ്ടോ ചുറ്റും നോക്കിയേ, കുവൈറ്റ് ഏറ്റവും ഹൈറ്റിൽ നിന്ന് നമുക്ക് കാണാവുന്ന ഈ ഒരു പ്രദേശത്ത് നമ്മുടെ മുത്തുമല, നമ്മുടെ ആദ്യത്തെ വീഡിയോയിലോട്ടൊക്കെ കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ മുത്തുമല, കുവൈറ്റിലെ മുത്തുമലയെ കുറിച്ച് നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ടെന്റ് അടിക്കുന്നു. പിള്ളേർക്ക് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ വണ്ടിയിൽ ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഇപ്പോൾ റെഡിയാണ്. ഇന്ന് നമ്മൾ ഈ മലയെ വന്ന് ടെന്റ് അടിച്ച് ഇവിടെ കൂടാൻ തീരുമാനിച്ചു. അങ്ങനെ ന്യൂ ഇയർ ആകാൻ ഏകദേശം ഒരു മണിക്കൂർ ബാക്കിയുള്ളപ്പം ഞങ്ങൾ ചങ്ക് ബ്രോസ് എല്ലാം കൂടെ കൂടി തീരുമാനിച്ച് നമ്മുടെ കുവൈറ്റിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു ന്യൂ ഇയർ. അങ്ങനെ ഞങ്ങൾ മുത്തല മല കയറി അവിടെ ചെന്ന് ആ കടലിന് അഭിമുഖമായിട്ട് നമ്മൾ വണ്ടിയും കൊണ്ട് പാർക്ക് ചെയ്ത് സംഭവം നമ്മുടെ ഒപ്പം തന്നെ കുറേ ആൾക്കാർ അങ്ങനെ മലകളിലൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഉദ്ദേശം ഞങ്ങളെ പോലെ തന്നെ ആയിരിക്കാം. അന്ന് രാത്രി അവിടെ കഴിച്ചു കൂട്ടി ആ പുലരി ആ മലയുടെ മുകളിൽ നിന്ന് പുതുവത്സരം അങ്ങ് ആഘോഷിച്ച് ഒരു പുതിയ വർഷത്തിനെ അങ്ങ് വരവേൽക്കാമെന്നുള്ള രീതിയായിരിക്കാം അവരും ചിന്തിച്ചിട്ടുണ്ടാവുക. അപ്പം ഞങ്ങൾ ഏകദേശം അങ്ങനെ തന്നെ ചിന്തിച്ച് വന്നവരായിരുന്നു. നമ്മുടെ ടോബിനും ജയേഷും കൂടി ടെൻ്റ് അങ്ങ് സെറ്റ് ചെയ്യാൻ പോയി. ഞാനാണെങ്കിൽ ലൈറ്റ് ഇല്ലാതെ എന്തായാലും ഒരു പരിപാടി നടക്കില്ല. നമ്മൾ ലൈറ്റിൻ്റെ പുറകെ പോയി. നമ്മുടെ കയ്യിൽ തന്നെ നല്ല പവർഫുള്ളായിട്ടുള്ള പവർ ബാങ്കും അതുപോലെ എല്ലാ സാധനങ്ങളും, നമുക്കൊരു സ്ഥലത്ത് പോയി ടെൻ്റ് അടിച്ച് താമസിക്കേണ്ടതായ എല്ലാ സാധനങ്ങളും ഞങ്ങൾ രണ്ട് വണ്ടിയുടെ പുറകിൽ, ഹമ്മറിൻ്റെയും FJയുടെയും പുറകിൽ എപ്പോഴും റെഡിയാണ്. ഏറ്റവും നന്നായിട്ട് ഇത് എൻജോയ് ചെയ്തത് നമ്മുടെ ഫെർണോച്ചനും ചുഞ്ഞുമാണ്. അവർ നോക്കുമ്പം ഞങ്ങൾ ഇത്രയും പേര് എന്തായാലും പടന്മാരെ പോലെ ചുറ്റുമുണ്ട് രാത്രിയിൽ, അതും നമ്മുടെ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് അവരെ കൊണ്ടുപോകുന്നവർക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും അവരെ കൊണ്ടുവന്നു. അവരങ്ങ് ഓടി തിമിർത്ത് കളിച്ച് അടിപൊളിയാക്കിയിട്ട് അവരാണ് ശരിക്കും എൻജോയ് ചെയ്തത്. നമ്മുടെ ലൈറ്റ് അങ്ങനെ തെളിഞ്ഞു കേട്ടോ, ലൈറ്റായി. അപ്പോൾ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് തീരുമാനമായി. പിന്നെ എല്ലാം ചടപടേ എന്നായിരുന്നു. നമ്മുടെ ടെൻറ്റുകൾ റെഡിയാകുന്നു. പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള സംഭവങ്ങൾ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ സമയം കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ കുറച്ച് വിറക്, എപ്പോൾ പോയാലും വിറക് നമ്മൾ ഉണ്ടാവും. കൂടെ വിറകില്ലാതെ പറ്റില്ല. ഈ രാത്രിയിലൊക്കെ പോയി അവിടെ ഇരിക്കുമ്പോൾ നമുക്ക് തണുക്കും. അപ്പം വിറകുണ്ടാവും. നമ്മുടെ സ്റ്റൗവ് സാധനങ്ങൾ കാര്യങ്ങളെല്ലാം, ഇടയ്ക്ക് കട്ടൻ തിളപ്പിക്കാൻ കാപ്പിപ്പൊടി തൊട്ട് എന്ന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. സാഹചര്യം പോലെ ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി നമ്മളെല്ലാം വണ്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജോമോൻ ലൈറ്റ് കയ്യിലെടുത്ത് പിടിച്ച് അങ്ങനെ വളരെ സുഖമായിട്ട് അവർക്ക് കാണാവുന്ന രീതിയിൽ പിടിച്ചേക്കുക. കാരണം നമ്മുടെ സ്റ്റാൻഡ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യത്തില്ല. ഇതാകുമ്പോൾ ലൈറ്റ് കൈ പിടിച്ചിട്ടുണ്ട്. വയറിനൊക്കെ ഇഷ്ടംപോലെ നീളമുള്ളതുകൊണ്ട് ആ പ്രദേശം മുഴുവൻ ഓടി നടക്കാൻ പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് ടെൻറ്റ് അടിക്കാൻ എളുപ്പം കിട്ടത്തക്ക രീതിയിൽ പുള്ളി പൊക്കി പിടിച്ച് സംഭവം റെഡിയാക്കി കൊടുക്കും. നമ്മുടെ കുറച്ച് അകലെയായിട്ടൊക്കെ തന്നെ അത്യാവശ്യം കുറേ ടെൻറ്റുകൾ കാണാൻ കിട്ടും. അവരൊക്കെ എനിക്ക് തോന്നുന്നു പകൽ വന്ന് തന്നെ ടെൻറ്റ് അടിച്ച്, നമ്മളെപ്പോലെ ഈ രാത്രിയിൽ വെട്ടം തെളിച്ച് പിടിച്ച് കഷ്ടപ്പെടാൻ നിന്നില്ലെന്ന് തോന്നുന്നു. അവർ നേരത്തെ വന്ന് എന്തായാലും രാത്രി അവിടെ കൂടിയേക്കാൻ നേരത്തെ തീരുമാനിച്ച് വന്നവരായിരിക്കാം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ 2-3 മലയും കൂടി ഇപ്പുറം, നമ്മുടെ അടുത്താരുമില്ല. കാരണം ഞങ്ങൾ 4 വീൽ വണ്ടി ആയിരുന്നുകൊണ്ട് നമ്മൾ ഇച്ചിരി മലയൊക്കെ കയറി കുറേ കൂടി വിട്ട് നിൽക്കാമെന്ന് വിചാരിച്ച് കുറേ ഇപ്പുറ സൈഡിലേക്ക് പോകുന്നു. ടയറിനിടയ്ക്ക് അങ്ങനെ നമ്മുടെ ടെൻറ്റ് അങ്ങനെ സംവിധാനം റെഡി ആയിട്ടുണ്ട്. ടാസ്ക് അങ്ങനെ കംപ്ലീറ്റ് ആയി. അപ്പം നമ്മളിനി കമ്പിളിയൊക്കെ അകത്ത് വിരിച്ച്, അത്യാവശ്യം നല്ല കട്ടിയുള്ളൊരു കമ്പിളിയാണെങ്കിൽ, ഇത് കട്ടിയുള്ള കമ്പിളിയാണ്. അപ്പോൾ അത് വിരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബെഡിൻ്റെ ഗുണം ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം വിരിച്ചു. പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് എന്തായാലും കമ്പിളി എടുക്കാതെ വരാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കമ്പിളി എല്ലാം ഉണ്ടായിരുന്നു. അപ്പം പിന്നെ പുതയ്ക്കാനായിട്ട് വേറെ ഉണ്ട് കമ്പിളി. അങ്ങനെ കമ്പിളിപ്പതുപ്പ് എന്ന് പറഞ്ഞ പോലെ മൊത്തം റെഡിയാക്കി. നമ്മുടെ ടോയിംബ്രോ എന്തായാലും കമ്പിളിയായിട്ട് അങ്ങോട്ട് കയറിയിട്ടുണ്ട്. പുള്ളിയാണ് ആദ്യം ടെൻറ്റിൻ്റെ അകത്ത് കയറുന്നത് നമ്മുടെ. അപ്പോൾ കമ്പിളിയൊക്കെ ഒന്ന് വിരിച്ച് സ്കെച്ചും പ്ലാനും ഒക്കെ എടുത്ത് വിരിച്ച് ചിട്ടപ്പെടുത്തി പുള്ളി കിടന്ന് നോക്കിയിട്ട് നമ്മളെ കിടത്തോളൂ എന്നാണ് പറയണത്. അവിടെ പിടിച്ചാൽ മതി.
എന്താ സുഖമല്ലേ? ടെന്റില് കേറിയിരുന്ന് ഇത്ര നല്ല സുഖമുള്ള പരിപാടി ഉണ്ടോ? നല്ല ടെന്റാണോ? തൊപ്പി വേണ്ട നമുക്ക്. ഇടാവേ നമ്മൾ ഉദ്ദേശിച്ചേക്കാളും സെറ്റാണ്. വേറൊന്നല്ല, അടിയിലൊരു ഷീറ്റ് നമ്മൾ ഇട്ടു, അതിന് മേളിലായിട്ട് നമ്മള് ടെന്റ് വെച്ചേക്കണേ. ടെന്റ് വെച്ച് കഴിഞ്ഞിട്ടുള്ളൂ നല്ല സുന്ദരമായിട്ട് നമ്മുടെ നല്ല കമ്പിളിയുടെ ഒരു ബ്ലാങ്കറ്റും കൂടി ഇട്ടു. ചൂടായി തുടങ്ങിയോ ഇത്ര പെട്ടെന്ന്? ഒരു 4-5 പേർക്ക് സുഖമായിട്ട് മൂന്ന് പേര് സുന്ദരമായിട്ട് കൊടുക്കും. ഒരു പ്രശ്നം പറയാൻ ഇടി കള്ളിപ്പണ്ട, നീ കളിക്കാൻ പോവാണ് ഇവിടെ കിടന്നിട്ട്. ഒരു കിങ് സൈസ് ബെഡിന്റെ സൈസ് ഇൻസൈഡ് ഉണ്ടല്ലേ? ചെറിയ അല്ല കിങ് സൈസ് ബെഡ്. ഒരു ഫാമിലി 2 മക്കള് 2 അച്ഛനും അമ്മയും അപ്പനും അമ്മയുടെ അച്ഛനും 2 മക്കളും വരെ ഇതിനകത്ത് സുഖമായിട്ട് കിടന്നു. ഒരു കുഴപ്പമില്ല. നമുക്ക് തണുപ്പില്ല, ഒരു പുറപ്പോടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടി പോയി കിടന്നുറങ്ങാം. ഒരു കുഴപ്പമില്ല. നമ്മളിത്ര പേർക്ക് ഇതിനകത്ത് വേറെ ഒരു ടെന്റിന്റെ ഒരാവശ്യമുള്ളൂ. ആവശ്യമുള്ളൂ. അപ്പൊ കേക്കെല്ലാം റെഡിയാണ്. 12 മണി ആകാൻ വേണ്ടിട്ട് വെറും 2-3 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കേ. ആയോ? 12 മണി ആയേ? ഓ ആയില്ല, 1 മിനിറ്റോ? അതിന്റെ അകത്ത് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അപ്പൊ ഗുംറൈഡ്സിന്റെ വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം എല്ലാ ഗുംറൈഡ്സിന്റെ പ്രേക്ഷകർക്കും അതെ പ്രേക്ഷകർക്ക് നമ്മൾ സമർപ്പിക്കുന്നു ഇന്നത്തെ രാത്രി ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. ഓടി വാങ്ങിക്കോട്ട് കടിക്കുന്നേ വന്നു. ഗുംറൈഡ്സിന്റെ ചങ്കിന് ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ന്യൂ ഇയർ. അങ്ങനെ നമ്മൾ ഐശ്വര്യമായിട്ട് ന്യൂ ഇയറിൻ്റെ കേക്കൊക്കെ അങ്ങോട്ട് മുറിച്ചു. പിന്നെ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ പയ്യാഴി കൂട്ടുക. കുറച്ച് വിറകൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വിറക് ഒരു സൈഡിൽ നിന്ന് പയ്യെ തീ കൊടുത്ത് തീ പിടിച്ച് വരാനൊക്കെ ഇച്ചിരി സമയം എടുക്കുന്നുണ്ടായിരുന്നു തണുപ്പായതുകൊണ്ട്. ഞങ്ങൾ കയ്യിലുണ്ടായിരുന്ന വാക്സ് എല്ലാം കൂടെ ഒരുമിച്ചിട്ട് അങ്ങോട്ട് കത്തിച്ചു. അപ്പോൾ പയ്യെ തീയൊക്കെ പയ്യെ ആളിക്കത്തി വരുന്നുണ്ട്. എന്നാലും വിറകിലോട്ട് പിടിക്കുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കും. നമ്മുടെ ഫെർണോച്ചനും ചുഞ്ഞുവിനും പയ്യെ വിശക്കുവാന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വേറെ നോക്കിയില്ല, നേരെ പെട്ടെന്ന് ഗ്യാസ് സെറ്റ് ചെയ്തേക്കാന്ന് വെച്ചു. നേരെ നമ്മുടെ സ്റ്റൗ എടുത്തു, ഗ്യാസ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം പയ്യെ നൂഡിൽസ് ഉണ്ടാക്കി അവർക്കും കൊടുക്കുകയാണെങ്കിൽ അവരുടെ വിശപ്പ് കേട്ടാൽ പിന്നെയുള്ള കാര്യങ്ങൾക്ക് സമാധാനം ഉണ്ടല്ലോ. ചുഞ്ഞിനറിയാമോ നൂഡിൽസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത് പറഞ്ഞു? വെള്ളം ബോയിൽ ചെയ്യണം. ഓക്കെ, പൗഡർ ഇടണം. സൂപ്പർ, ചുഞ്ഞിനറിയാം നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കാൻ. വെറുതെ പഠിക്കണം കേട്ടോ. നാളെ പോലെ ചേച്ചിയുടെ കൂടെ നിന്ന് ആന്റിയുടെ കൂടെ നിന്ന് മുഴുവൻ ഉള്ള സാഹചര്യങ്ങളും ഉള്ള അവസ്ഥകളും യൂട്ടിലൈസ് ചെയ്തുകൊണ്ടുള്ള ആ രാത്രിയാണ് ഈ രാത്രി. അങ്ങനെ നമ്മുടെ നൂഡിൽസൊക്കെ റെഡിയായി കേട്ടോ. നൂഡിൽസൊക്കെ പയ്യെ എടുത്ത് നമ്മൾ ചുഞ്ഞുവിനും നമ്മുടെ ഫർണച്ചനും കൊടുത്തു. അവർ പയ്യെ കഴിച്ചു തുടങ്ങി. അപ്പം പിന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ തിളപ്പിച്ച് അതുമൊക്കെ കുടിച്ച് തീയുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കാറ്റും ഒരു തണുപ്പും, ഒരു രക്ഷയില്ലാത്ത സംഭവം. ആ കാറ്റിൻ്റെ ഇതറിയണ തീയിലോട്ട് നോക്കിയാൽ മതി, ചുറ്റും പറന്ന് കാറ്റടിക്കുക. അപ്പോൾ ആ കാറ്റ് കാരണം ടെൻറ്റിലോട്ടും നമ്മൾ ഊതി കൊടുക്കേണ്ട കാര്യമില്ല, തന്നെത്താനെ ചൂട് അങ്ങോട്ട് കയറിക്കോളും. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അങ്ങനെ നമ്മുടെ ശ്രീകാന്തും ജോബിനോടെ കൂടി പിള്ളേർക്കൊരു കമ്പനിക്ക് നേരെ ടെൻറ്റിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇനി അവരെ രാവിലെ നോക്കിച്ചാൽ മതി. പിന്നെ പോയിട്ട് ഞാനും ജോമോനും കൊണ്ട്
ജയേഷും ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പുറത്ത് തീയുടെ ചുറ്റും ഇങ്ങനെ ഇരിക്കുവാണ്. അവർ ഉള്ളിൽ കയറി കിടക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങി. അങ്ങനെ ആ രാത്രി മലയെ കഴിച്ചു കൂട്ടി. മേഘാവൃതമായി ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിലൂടെ സൂര്യൻ വരുന്ന വരവ് അതാണ് കാണുന്നത്. ടോയ് മോനെ എണീറ്റു ആയോ? വിറച്ചിട്ട് രക്ഷയില്ല. അപ്പൊ കൂട്ടുകാരെ അങ്ങനെ നേരം വെളുത്തു. ഞങ്ങള് സമയം 7 മണി. എണീറ്റു. സൂര്യനെയൊക്കെ അന്തസ്സായിട്ട് കാണാം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ സൂര്യൻ പൊങ്ങി വരുന്നുള്ളൂ കേട്ടോ. ഇത് അങ്ങ് അകലെ സൂര്യൻ പയ്യെ വരുന്നുള്ളൂ. അതെ അതെ. പിന്നെ ഞങ്ങൾ ചെറിയ തീയൊക്കെ കത്തിച്ച് അങ്ങ് സ്റ്റാർട്ടപ്പ് ആവുകയാണ്. വീണ്ടും വീണ്ടും എല്ലാവരോടും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വെൽക്കം 2024.